എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യമാണ്. എനിക്ക് കുടുംബമായിട്ടൊരു ബന്ധമില്ല. ഓർഫനേജിൽ ഉപ്പയാരും ഉമ്മയായിരുന്നു പോലും അറിയാതെ വളർന്ന എനിക്ക് നിങ്ങളും പാട്ടിയമ്മയൊക്കെ തന്ന സ്നേഹം തന്നെയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട. അത് ഞാൻ അലി ഫുക്രിയുടെ മകനാണെന്ന് കരുതിയിട്ടാണെങ്കിൽ പോലും. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയത് എന്തിനാണെന്ന്. അത് ഉപ്പയെ ഒന്നിപ്പിക്കാൻ. അത് നിന്റെ പ്രശ്നമല്ലല്ലോ. അതറിയോ ഉപ്പാപ്പ? ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. വിളിച്ചാൽ എന്റെ നാവ് ഞാൻ ഇവിടെ അരിഞ്ഞിടും. എന്നെ എന്റെ മകനെയും തമ്മിൽ ചേർക്കാൻ വന്നിരിക്കുന്നു. കടന്നു പോയിക്കോളണം അവിടുന്ന്. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. നഫ്സി, നിന്റെ വിവാഹം ഉപ്പാപ്പ നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തും. ഈ നിൽക്കുന്ന ഉബൈദ് നിന്നെ നിക്കാഹ് ചെയ്യും. ഉപ്പാപ്പ, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. കേറിപ്പോയത് ആരെ കാണാനാ നിൽക്കുന്നത്? ഉബൈദ് നഫ്സിയെ കല്യാണം കഴിക്കാൻ പാടില്ല. നിനക്ക് അവളെയും കൂട്ടി നാട് വിടാൻ ധൈര്യമുണ്ടോ? എങ്കിൽ പറ, ഞാൻ സഹായിക്കാം നിങ്ങളെ. അവള് സനിയോട് സഹായിക്കാൻ വേണ്ടി കരഞ്ഞു പറയുന്ന കണ്ടപ്പോ സങ്കടം തോന്നി എനിക്ക്. അതാ ഞാൻ പറയുന്നേ, നീ എവിടെ പോയി നഫ്സിയെ കാണണം. പറ്റുമെങ്കിൽ അവളെയും കൂട്ടി നാട് വിടണം. നീ തന്നെ ഇത് പറയണം. നിന്റെ ഒരു തലതെറിച്ച് ഉപ്പയുണ്ടല്ലോ, അലി ഫുക്രി. അങ്ങേരി ഇതുപോലെ നിന്റെ അമ്മയും കൊണ്ട് ഒളിച്ചോടിയതിന്റെ ദുരിതമല്ലേ നീ അനുഭവിച്ചോണ്ടിരിക്കണം. അക്കാര്യത്തിൽ എന്റെ ഉപ്പയോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഓ, ബഹുമാനം മൂത്തിട്ടാണല്ലോ നീ അങ്ങേർക്കിട്ട് തന്നെ പണി കൊടുത്തതും അലീഗറിന്ന് ഏതോ ഒരു കോന്നന്റെ കൂടെ മുങ്ങിയത്. അലിയ, ഉബൈദ്, അലിഗറി പഠിക്കാൻ ചെന്ന ഇവളെയും കൊണ്ട് മുങ്ങിയ കൊന്തം ഞാനാ. സോറി ലക്കി, കോളേജിൽ വന്ന് നീ അലിമാമയുടെ മകനാണെന്ന സന നുണ പറയുമ്പോ എന്റെ മുമ്പിൽ ഒരു വഴി തെളിയുകയായിരുന്നു. അന്ന് ഞാനാ ഇവള് നിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടത്. ഞാൻ അലി ഫുക്രിയുടെ മകളാന്നറിഞ്ഞ ആ വീടിന്റെ പടി ചവിട്ടാൻ ഉപ്പാപ്പ സമ്മതിക്കില്ല. അതേപോലെ ഫുക്രി കുടുംബത്തിലെ ഒരാളായിട്ട് ഞാൻ സ്നേഹത്തിലാന്നറിഞ്ഞ എന്റെ ഉപ്പ എന്നെ ജീവനോടെ കുഴിച്ചു മൂടും. അപ്പോഴാ ഒരു രക്ഷകനെ പോലെ നീ വന്ന് പെട്ടത്. കാര്യങ്ങൾ നീ ഇവിടെ വരെ എത്തിച്ചു. പക്ഷെ അലിമാമയുടെ ഉപ്പാപ്പയുടെയും വഴക്ക് തീർക്കാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇവളെയും കൂട്ടി നാട് വിടുക. ഉപ്പാപ്പയ്ക്ക് ഇതുവരെ എന്നെ സംശയമില്ലാത്തതുകൊണ്ട് നഫ്സിയുമായി ഞാൻ നാളെ പുറത്തു വരാം. നീ ഇവളെയും കൂട്ടി എയർപോർട്ടിലെത്തണം. അവിടെ നഫ്സി നിന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പൊക്കോളാം. എന്തു പറയുന്നു? ലക്കി, പ്ലീസ്. നഫ്സിയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരില്ലാത്ര എളുപ്പമല്ല. അവള് വിട്ടേക്ക്, നീ എയർപോർട്ടിലേക്ക് വാ. ഇവിടെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഒരു ജാഥക്കുള്ള ആളുണ്ടല്ലോ. എന്താ നീങ്ങടാ. 3 പേരാണ് അവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. 2 വണ്ടിക്കുള്ള ആളുണ്ടല്ലോടാ. അറസ്റ്റ് ചെയ്തോളൂ സാർ. അലിക്കട മോനല്ലേ നീ? അല്ലേ? ഇതാരാ? ഇതെൻ്റെ ഫ്രണ്ട് ആലിയ. ആലിയുടെ ഉപ്പ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാണാൻ വേണ്ടിയിട്ട്. ശരിടാ, നീ വയ്ക്കോ. വണ്ടി എടുക്കാം. അലീക്ക, ഞാനാ രഘുവ. അലീക്കയുടെ മോനും കൂട്ടുകാരും കൂടെ ഒരു ഓട്ടോയിൽ പോകുന്നുണ്ട്. സംശയം തോന്നിയോണ്ടാ ഞാൻ വിളിച്ചത്. കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയോ? ആ, ആലിയ എന്നാ പേര് പറഞ്ഞത്. അവരെ പിടിച്ചു നിർത്തണം. ശരിക്ക. നീ ആ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തും. അതെന്തിനാണ്? അതൊക്കെ ഉണ്ട്. ആലിയ, നമുക്ക് ഇവിടെ ഇറങ്ങാം. ആ SI മിക്കവാറും ഇവളുടെ ഉപ്പയെ വിളിച്ച് എല്ലാം പറയും. അതോടുകൂടി എല്ലാം കുളവും. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഓട്ടോയിൽ വിട്ടോ. ഞാൻ ഇവളെ കൊണ്ട് വേറെ ഓട്ടോയിൽ വരാം. കൈ കാണിച്ച പോലീസ് പിന്നെയും കൈ കാണിക്കുന്നു. കൈമറക്കനാവോ? ഇറങ്ങ്. സാർ അറസ്റ്റ് ചെയ്തോളൂ. എവിടെടാ?
ലക്കിയ പെൺകുട്ടി ആ, ആ, ഏ? ഉബൈദ, വന്നോണ്ടിരിക്കാൻ പറ. ഹലോ, നീ ഇറങ്ങിയോ? ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇല്ല, ഉപ്പാപ്പ എന്നെ പിടികൂടി. നീ എന്ത് ഈ കാണിക്കുന്നു ഉബൈദേ? ആ ടെൻഷൻ ആവല്ലേ. തൽക്കാലം എയർപോർട്ടിൽ പോകണ്ട. ഞാൻ എങ്ങനെ ഇവിടുന്ന് ചാടാം? അതുവരെ നിന്റെ ഉപ്പ നിന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കിയാൽ മതി. നിന്നെ പോലെ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് എനിക്ക് ഇത് തന്നെ വേണം. നീ എന്തേലും ചെയ്. എന്താ പറ്റി? അവൻ വരും തോന്നുന്നില്ല. എന്നെ എയർപോർട്ടിലേക്ക് വിട്ടേക്ക്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. വണ്ടി ഒന്ന് ലെഫ്റ്റിലേക്ക് എടുക്കാം. ശരി സാർ. ഹലോ, കള്ളപ്പന്നിയും എവിടെ എന്റെ മോള്? അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആലിയം കൊണ്ട് കടന്നു കളഞ്ഞ അലീഗറിലെ സഹപാഠി ഫുക്രി കുടുംബത്തിലെ അവളുടെ മുറച്ചെറുക്കൻ തന്നെയാണ് ഉബൈദ്. അവനെ നഫ്സിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങാണ് അവിടെ. മകളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ആ കല്യാണം തടയണം. ഞാൻ ആലിയെ കൊണ്ട് അവിടെ വരാം. ഉപ്പാപ്പയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉബൈദിനെ പിടിച്ചിറക്കി അവനെ ആലിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെയാണ് സുലൈമാൻ ഫുക്രിയുടെ അലി ഫുക്രി പ്രതികാരം ചെയ്യേണ്ടത്. ഇനി എന്താ വേണ്ടതെന്ന് ആലിയുടെ ഉപ്പയ്ക്ക് തന്നെ തീരുമാനിക്കാം.